വീക്കെൻഡ് ആയിട്ട് എന്താ ഉണ്ടാക്കാൻ പോണത്? ഇന്ന് നമുക്കൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് തലശ്ശേരി സ്റ്റൈൽ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. ഈ ബിരിയാണിയിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. ഈ സ്റ്റൈലാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. വീക്കെൻഡായിട്ട് നിങ്ങൾ ഈ റെസിപ്പി ഫോളോ ചെയ്ത് നോക്ക്, നല്ല ബിരിയാണി വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം. 3 മുഴുവൻ ഒടുടിയുള്ള വെളുത്തുള്ളി, നമ്മുടെ നാടൻ ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. അത്രയും തന്നെ ഇഞ്ചി വേണം. പിന്നെ 8 മുതൽ 10 വരെ പച്ചമുളക്, ചെറിയ എരിവുള്ളത്. പിന്നെ ആവശ്യമുള്ളത് കസകസയും പെരിഞ്ജീരകം, വലിയ ജീരകമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ അളവിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചുട്ടെടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുത്തേക്കിന് 2 ടേബിൾ സ്പൂൺ വേണം. ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് പെരിഞ്ജീരകവും കസകസയും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കല്ലിലിട്ട് ചതച്ചെടുക്കാൻ പോകും. കല്ലിലിട്ട് ചതയ്ക്കുന്നതിൽ പ്രത്യേകത ഉണ്ട്. അങ്ങനെ ചതച്ചെടുക്കുമ്പോൾ ടേസ്റ്റ് ഒരുപാട് വ്യത്യാസമുണ്ട്, നന്നായി കൂടും. പിന്നെ അതുമല്ല, ഇതെങ്ങനെ ചതച്ച് എത്ര നേരം കൂടുതലെടുത്ത് അത് ചതച്ചെടുക്കും അത്ര നല്ല മാരിനേഷൻ ആയിരിക്കും നമ്മുടെ ചിക്കന് വേണ്ടിയിട്ട്. നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടണം, കല്ലും ഇട്ട് ചതച്ച്. പിന്നെ ഇതുപോലത്തെ കല്ല് ഉപയോഗിക്കണമെങ്കിൽ ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ. ഈ പെസൽ നമ്മൾ പിടിക്കുമ്പോൾ അതിൻ്റെ മോൾ ഭാഗത്ത് പിടിക്കാതെ ഇതിൻ്റെ അടിഭാഗത്ത് പിടിച്ചിട്ട് നമ്മുടെ റിസ്റ്റ് ഇതിൻ്റെ വക്കുമ്പോൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചാൽ കൈ കഴിക്കാതെ ആ പെസലിൻ്റെ ഫുൾ വെയിറ്റ് വെച്ചിട്ട് നന്നായി ചതയ്ക്കാൻ പറ്റും. ഒന്നും കൂടി എളുപ്പത്തിൽ ചതച്ച് കിട്ടും. അതുപോലെ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരച്ചു വെച്ച പൊടി, നമ്മുടെ പെരിഞ്ജീരകവും കസകസയും ഇതും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെള്ളം മുഴുവൻ കളഞ്ഞ ചിക്കൻ 1 കിലോനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. ഒരു 100 ഗ്രാം കൂടുതൽ വരും 1 കിലോനേക്കാളും. ഈ തൊലിയൊക്കെ കളഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അളന്ന് നോക്കിയ വെയിറ്റ് ആണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യാം. ചിക്കനിന് വെള്ളം ഉണ്ടാവരുത്, അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ആദ്യം അത്ര മതി. നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കാം. ഇത് മാത്രം ചേർത്തിട്ട് ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇത് നമ്മുടെ ഫസ്റ്റ് മാരിനേഷനാണ്. അപ്പോൾ ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കും. ഒരു 4-5 സവാള സൈസിനനുസരിച്ച് എടുക്കാം. ഇത് നല്ല എക്സ്ട്രാ ഫൈനായിട്ട് സ്ലൈസ് ചെയ്യണം. അതിന് ഇതുപോലത്തെ ഒരു സ്ലൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ എളുപ്പമായി കിട്ടും. ഇതുപോലെ കണ്ട, വളരെ നേരിയതായിട്ട് വളരെ ഫൈനായിട്ട് വേണം സ്ലൈസ് ചെയ്യാൻ. പിന്നെ വലിയ സവാള യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ സ്ലൈസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അവരുടെ വിരൽ കുറച്ച് പേടിയുണ്ടാവും എത്തുമ്പോൾ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് സെക്കൻഡ് മാരിനേഷന് വേണ്ടി കുറച്ച് സവാള വേണം. അപ്പോൾ എത്തണ ഭാഗം ഞാൻ മാറ്റി വെക്കാറുണ്ട്. അത് ചോപ്പ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ സവാള ഫ്രൈ ചെയ്തെടുക്കണം, ഈ ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത്. അതിന് ഇവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്കിത് 2-3 ബാച്ചസ് ആയിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സ്റ്റെപ്പ് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടത്. അതിന് ആദ്യം നമുക്ക് തോന്നും ഇത് കളറ് മാറണില്ലല്ലോ, സമയം എടുക്കണ പോലെ. പക്ഷെ ഒന്ന് കളറ് മാറി തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ കളർ മാറി തുടങ്ങിയാൽ ഒന്ന് ഇളക്കി വേഗം തന്നെ ഗോൾഡൻ ബ്രൗൺ കളറാവും. അപ്പം തന്നെ വേഗം കോരി മാറ്റണം. കണ്ടില്ലേ, കളർ മാറി തുടങ്ങിയ ഉടനെ ഇത് കളർ വേഗം തന്നെ കറുത്തും പോവും. അതുകൊണ്ട് ഒന്നും ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ആ കളർ കറക്റ്റ് ആയതിനു ശേഷം പെട്ടെന്ന് മാറ്റിയെടുക്കാം. വേണമെങ്കിൽ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു സ്പൈഡർ സ്ട്രെയിനർ അല്ലെങ്കിൽ ഒരു പരന്ന സ്ട്രെയിനറിലേക്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്ന് പരത്തിയിടണം. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് നല്ല ക്രിസ്പായിട്ടിരിക്കും ഇതുപോലത്തെ ഒരു സ്ട്രെയിനറിൽ വെച്ചാൽ.
അപ്പോൾ ഇതുപോലെ ബാച്ചസ് ആയിട്ട് നമുക്ക് സവാള തീരുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ പകുതി ഭാഗം നമ്മൾ ചിക്കനിലേക്ക് ചേർക്കും, മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക്. അപ്പോൾ ബിരിയാണി ചെമ്പെടുക്കാം. നമ്മുടെ ബിരിയാണി മസാല, ചിക്കനും മസാലയും ചോറ് ഒക്കെ കൂടി ഫിറ്റ് ചെയ്യാൻ പറ്റിയ അത്രയും വലുപ്പമുള്ള ഒരു ബിരിയാണി ചെമ്പ്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത സവാള പിസ്ത ആക്കിയിട്ട് ഇടാൻ പോവാണ്. ഇതുപോലെ ക്രഷ് ചെയ്ത് കൈ കൊണ്ട് ക്രഷ് ചെയ്തിടുമ്പോഴാണ് പിസ്ത ആ ഒരു പകുതി ഭാഗം. ബാക്കി മുഴുവൻ വിളമ്പാൻ നേരത്ത് ഇടാനും ദമ്മ് ചെയ്യുമ്പോൾ ലെയറിൻ്റെ ഇടയിൽ ഇടാനും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയും പുളിയും ഉള്ള തൈര്. വെള്ളം പോലത്തെ തൈര് അല്ല ഇതിന് നല്ലത്, ഇതുപോലെ നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന ആ കട്ടി തൈരാണ് ഏറ്റവും നല്ലത്. 1/2 കപ്പ്. ഞാൻ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ് കപ്പ് ആൻഡ് ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ്സ് ആണ്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml കപ്പാണ്. ഇനി നമുക്ക് പുതിന വേണം. പുതിന ഞാൻ എന്നും പറയാറുള്ളതാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിന ആയിരിക്കണം ബിരിയാണിയിൽ ഉപയോഗിക്കുന്നത്. മുറ്റത്ത് പുതിന ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ. ഫ്രഷ് അല്ലാത്ത പുതിന ഉണ്ടെങ്കിൽ അത് ബിരിയാണിക്ക് ചേർക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് 1/2 കപ്പ് ഒന്ന് ചോപ്പ് ചെയ്ത് അതും കൂടി ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് നല്ല ഫ്രഷ് മല്ലിയില. ഇനി നേരത്തെ നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് ബാക്കി വന്ന സവാള ചോപ്പ് ചെയ്ത് 1/2 കപ്പ് അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. 2 നല്ല ചുമന്ന നല്ല റൈപ്പായിട്ടുള്ള തക്കാളി, ഇതൊന്ന് നേരിയതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ചേർത്തു. ഇനി നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത ആ ഓയിലില്ലേ, അതൊരു 3 വലിയ ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് സ്പൈസസ് ഉണ്ട്. 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഷായ് ജീരകം, നമ്മുടെ ബിരിയാണിക്ക് വാങ്ങിക്കുന്ന ചെറിയ ജീരകമാണത്. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം. ജാതിക്ക, ഫ്രഷ് ആയിട്ടുള്ള ജാതിക്കയുടെ ഒരു ചെറിയ കഷ്ണം, വളരെ ചെറിയൊരു പീസ്. ഇത്ര മതിയാവും, കൂടി പോണ്ട. ഇതൊന്ന് റഫായിട്ടൊന്നും നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. മിക്സിയിലിട്ട് പൊടിക്കണ്ട, ഈ കല്ലുമ്മലിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്താൽ മതി. ഇനി ഈ സ്പൈസസ് ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം ആഡ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. പക്ഷെ ഇവിടെ നല്ല ഫ്രഷ് സ്പൈസസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ നേരെ കല്ലുമ്മലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്തു. പിന്നെ ജാവിത്രി വേണം, 1 അതും ചേർത്തു. പിന്നെ ഒരു തക്കോലം, ഇത് 2 മുഴുവനോടുകൂടി ഇങ്ങനെ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഗ്രാമ്പു 1 ടീസ്പൂൺ ഗ്രാമ്പു, അത് ചതച്ചിട്ടില്ല, മുഴുവനോടുകൂടിയാണ് ചേർക്കുന്നത്. പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് നല്ല മണമുള്ള പച്ച ഏലക്ക ഒരു 10 അതൊന്ന് കല്ലുമ്മലിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി, ഒന്ന് തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തിരുമ്പി ഈ ചിക്കനുമ്മിൽ പിടിപ്പിക്കാൻ പോവുകയാണ്. ശരിക്കും അത് പ്രസ് ചെയ്ത് വേണം അത് തിരുമ്പി കയറ്റാൻ. അപ്പോൾ സവാള, തക്കാളി, അത് എല്ലാത്തിൻ്റെ ജ്യൂസസും സ്പൈസസും എല്ലാം മിക്സ് ചെയ്ത് നന്നായി ഇതുപോലെ കോട്ടഡ് ആയിട്ട് കിട്ടും. കണ്ടില്ലേ, ഒരുപാട് നനവും വെള്ളമൊന്നും ഇല്ലാത്ത മാരിനേറ്റാണ്. ഒരു വെള്ളം പോലെ ഇരിക്കാൻ പാടില്ല. ചേർത്തിട്ട് നമുക്ക് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യണം. ഇതിനേക്കാളും കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചോളൂ, മൂടി വെച്ചിട്ട്. എടുത്തതിന് ശേഷം തണുപ്പ് മാറാൻ വെക്കണം. ഇനി നമ്മുടെ ബിരിയാണി ചോറിന് വേണ്ടിയിട്ടുള്ളത് നോക്കാം. ഇതിനു വേണ്ടി നമ്മളൊരു നെയ്ച്ചോറ് പോലെ ആക്കിയിട്ടാണ് ദമ്മിടുന്നത് ഈ തലശ്ശേരി സ്റ്റൈൽ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അതിനിവിടെ കൈമ റൈസ്, ഇനി ജീരകശാല 5 കപ്പ്, 1 കപ്പ് 240 ml കപ്പാണ്, അതിൽ 5 കപ്പ്. ഇത് നന്നായി കഴുകി വെള്ളം തെളിഞ്ഞ് വരുന്ന വരെയും കഴുകിക്കൊണ്ടേയിരിക്കണം. വെള്ളം കളഞ്ഞ് ആ വൈറ്റ് കളർ വെള്ളം മാറി നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും. എന്നിട്ട് വെള്ളത്തിൽ ഇട്ട് നമുക്ക് 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റിനേക്കാളും കൂടണ്ട, ടൈമർ വെക്കാം.
10 മിനിറ്റ് കഴിഞ്ഞ ഉടനെ അത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മുടെ ബിരിയാണി ചോറ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് നോക്കാം. ഒരു നല്ല ടൈറ്റ് ലിഡുള്ളൊരു പാത്രത്തിലേക്ക് 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. RKG നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ല ഫ്ലേവർ എനിക്ക് എപ്പോഴും തോന്നാറ് RKG ആണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി നല്ല മിൻസ് ചെയ്തത്. ഇതൊരു ടിപ്പാണ്. ഈ ചെറുതായിട്ടൊരു ചെറിയ അളവിലെ വെളുത്തുള്ളി ചേർത്താം. നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടും എപ്പോഴും. ഇനി നമ്മുടെ സ്പൈസസ് നോക്കാം. 5 ചെറിയ കഷ്ണം കറുകപ്പട്ട, 12 ഏലക്ക, 12 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണ്, 1 തക്കോലം. ഇതെല്ലാം കൂടി ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയ പിടി മല്ലിയില. അപ്പോൾ സ്പൈസസ് ഒന്ന് പൊട്ടി വന്നാൽ മതി, നല്ലൊരു മണം വരും. അപ്പോൾ നമ്മുടെ ഡ്രെയിൻ ചെയ്ത് നന്നായി വെള്ളം പോയ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അരി 10 മിനിറ്റ് സോക്ക് ചെയ്തുള്ളൂ. അതിനേക്കാളും കൂടുതൽ നേരം സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടിപ്പോയാലും നല്ലതല്ല നെയ്ച്ചോറിന് വേണ്ടിയിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് നന്നായി ഡ്രെയിൻ ചെയ്ത് വെള്ളം പോയി. ഇതിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ആ നെയ്യും ആ സ്പൈസസിൻ്റെ മണം ഇതിലേക്ക് ഇങ്ങനെ പിടിക്കും. ചെറുതായിട്ടൊരു കളർ ഇങ്ങനെ മാറി തുടങ്ങുന്ന പോലെ തോന്നും. വല്ലാണ്ട് ഒന്നുമല്ല, പക്ഷെ നല്ലൊരു മണമാണ് ഈ സമയത്ത് കിട്ടുന്നത്. പ്രത്യേകിച്ചും നല്ല അരി ആകുമ്പോൾ ഈ ഫ്രൈ ചെയ്യുന്ന സ്റ്റേജിൽ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു മണമാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് നെയ്യിലൊക്കെ ഒന്ന് കോട്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരുന്ന തിളപ്പിച്ച വെള്ളം 7.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. തിളപ്പിച്ച വെള്ളമാണ്. അതിന് ഉപ്പ് പാകത്തിന് 4.5 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. കല്ലുപ്പാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, ചെറുനാരങ്ങയുടെ നീര് 1 ടേബിൾ സ്പൂൺ, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണത്. ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് കൂടുതൽ നേരം നമ്മുടെ ഈ വെള്ളം തിളയ്ക്കരുത്. തിളച്ച ഉടനെ തീ കുറച്ച് വെച്ച് ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചോറ് റെഡി ആവേണ്ടതാണ്. ഏറ്റവും ചെറിയ തീയിൽ വെക്കാൻ നോക്കാം. ഒന്ന് ഇടയ്ക്ക് നോക്കിയാൽ മതി. എപ്പോഴെപ്പോഴും ഇളക്കി കൊടുക്കരുത് നെയ്ച്ചോറ്. ഒരു പ്രാവശ്യം മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി. ഇനി ഈ സമയത്ത് ഒരു ചെറിയ ഫ്രൈങ് പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി മിൻസ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ, നല്ല 1-ാം പാല് ചേർക്കണം. പെട്ടെന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ നുള്ള് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫ്ലേവർ എൻഹാൻസർ ആണ്. നമ്മുടെ മസാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ആ ചിക്കൻ മോയിസ്റ്റ് ആവും. ചിക്കനുമിൽ എല്ലാ മാരിനേഷൻ പിടിക്കാനും അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി നന്നായി കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ബിരിയാണി ചെമ്പിൽ ഉണ്ട്. ഇത് അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടുതൽ വെള്ളം ചേർക്കണ്ട. ചിക്കന് കുക്കായി വരുമ്പോൾ അതിൽ നിന്നും വെള്ളം ഇനിയും ഇറങ്ങി വരാനുള്ളതാണ്. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് തിളയ്ക്കണ വരെ ഒന്ന് മൂടി വെച്ചാൽ മതി. ഈ സമയത്ത് നമ്മുടെ ചോറ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവി പോകുന്നത് കാണാൻ പറ്റും ഇങ്ങനത്തെ പാത്രം ആകുമ്പോൾ. അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഇളക്കി കൊടുക്കരുത് എപ്പോഴും നെയ്ച്ചോറ്. അപ്പോൾ ഇത് ഇവിടെ മസാല തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇനി ഏറ്റവും ചെറിയ തീയിലേക്ക് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും സാധാരണ ഇവിടെ കിട്ടുന്ന ചിക്കനൊക്കെ ഒരു ചെറിയ വേവ് നമുക്ക് പിച്ചാൽ മാത്രം വെന്തിട്ടുണ്ടാവും. നല്ല കൂടുതലൊന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്.
നെയ്ച്ചോറ് റെഡി ആയ ഉടനെ അടിയിൽ നിന്ന് പതുക്കനെ ഒരു വലിയ തവി കൊണ്ടൊന്നു മറിച്ചു ഇട്ട് കൊടുക്കണം. കൂടുതൽ ട്രാപ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആവി പോയി കിട്ടാൻ വേണ്ടിയിട്ടാണത്. ആവിയിൽ ഇങ്ങനെ ഇരുന്ന് അമർന്നാൽ നമ്മുടെ ചോറ് വേവ് കൂടിപ്പോവും. അത് ശ്രദ്ധിക്കണം. ആവി പോകാൻ കുറച്ച് സമയം കൊടുക്കണം. ഈ സമയത്ത് ഒരുപാട് ഹാർഷായിട്ട് ഇളക്കാനും പാടില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല പച്ച നെയ്യ്, ടേസ്റ്റ് കൂടാൻ ഒരു ടിപ്പാണിത്. ആ പച്ച നെയ്യ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ, മാറ്റി വെക്കാം. അപ്പം അത് ഇവിടെ മസാല നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടുത്തെ ചിക്കൻ ഞാൻ പറഞ്ഞ പോലെ ഒരു 10-12 മിനിറ്റിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു വേവ് ആയിട്ടുണ്ട്. ഉടഞ്ഞു പോണ രീതിയിലൊന്നും വെന്തിട്ടില്ല, പക്ഷെ കഴിക്കാൻ പാകത്തിനുള്ള വേവായിട്ടുണ്ട് ചിക്കൻ. ഇതിനിയും ദമ്മിൽ കിടന്ന് വേവാനുള്ളതാണല്ലോ. ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. എന്നിട്ട് ഉപ്പ് പാകത്തിന് കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം മസാലക്ക് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി മസാലയുടെ ഈ ഫ്ലേവറൊക്കെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ആ തേങ്ങാപ്പാലും ഓയിലും ഉണ്ടാക്കിയ ഒരു മിക്സ്ചർ ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൽ ആ ഫ്രൈ ചെയ്ത വെളുത്തുള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ടേസ്റ്റ് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യും ഇത്. അപ്പോൾ ഇനി ഈ മസാലയിലേക്കും ഒരു 1/2 ടേബിൾ സ്പൂൺ പച്ച നെയ്യ് ഇപ്പം ചേർക്കണം. ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് പച്ച മല്ലിയില അത് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇളക്കണ്ട. ഇനി നമ്മൾ നേരത്തെ ഫ്ലഫ് ചെയ്ത് ഒന്ന് വെച്ച് മറിച്ചിട്ടിരുന്ന ആ ആവി പോയി കഴിഞ്ഞ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വിതറി പതുക്കനെ ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ ആ സ്പൈസസ് കാണുന്നതൊക്കെ പറക്കി മാറ്റാം. അപ്പോൾ പിന്നെ കഴിക്കണ നേരത്ത് നമുക്ക് ഒരുപാട് സ്പൈസസ് കടിക്കാൻ കിട്ടില്ല. പതുക്കെ ഒന്ന് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് അമർത്തണ്ട. ഇതിൻ്റെ മുകളിൽ നമ്മൾ സവാള ഫ്രൈ ചെയ്ത എണ്ണ ഒരു 2 സ്പൂണ് പിന്നെയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ റോസ് വാട്ടർ വേണം. റോസ് വാട്ടർ ബിരിയാണിക്ക് ഉപയോഗിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് സ്ട്രോങ് മണമായിരിക്കില്ല, വളരെ ലൈറ്റായിട്ടുള്ള സ്മെല്ലായിരിക്കും. ഒരു റോസാപ്പൂവിൻ്റെ ഒരു പെറ്റിലെടുത്ത് സ്മെൽ ചെയ്ത് നോക്കുമ്പോഴത്തെ ആ ഒരു ഫ്രഷ് മണം തന്നെയാണ് റോസ് വാട്ടറിന് കിട്ടേണ്ടത്. അപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത സവാള കുറച്ചിടാം, കുറച്ച് മല്ലിയില. ഇനി നമ്മൾ ദമ്മ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ബിരിയാണി പാത്രത്തിൻ്റെ മൂടിയിൽ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടിപ്പുണ്ട്. ഇടയ്ക്ക് നമ്മൾ ബിരിയാണി ദമ്മ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാവ് മൂടിയിലും പാത്രത്തിലും പിടിച്ചത് കഴുകി കളയാൻ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വെക്കേണ്ട ആവശ്യം വരാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മാവ് കുഴയ്ക്കുമ്പോൾ ഇത് വെറുതെ ഞാൻ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കുഴച്ച് വെച്ചു. ആ നെയ്യും കൂടി ചേർക്കുമ്പോൾ എളുപ്പത്തിൽ പിന്നെ പോരുന്ന ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട്. തീരെ തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ മൈദ കൊണ്ട് ഇതുപോലെ മാവ് ചുറ്റി കൊടുത്ത് നല്ല ടൈറ്റ് ആക്കിയിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. ഗ്യാപ്പൊന്നും ഇല്ലാന്ന് നോക്കി ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലെ ഒരു പഴയ തവ, കുറച്ച് കട്ടിയുള്ളതായിരിക്കണം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാൻ പോവുകയാണ് ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ആ അടുപ്പത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായതിന് ശേഷം നമ്മൾ ഈ ബിരിയാണി ചെമ്പ് ഇതിലേക്ക് കയറ്റി വെക്കാൻ പോവുകയാണ്. തീ കുറച്ച് വെക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇതുപോലത്തെ ഇൻഡയറക്റ്റ് ഫ്ലെയിമിൽ 20 മിനിറ്റ് ദമ്മ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ കനലുണ്ടെങ്കിൽ ഈ ബിരിയാണി ചെമ്പിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. ഓവനിലും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ മിക്കപ്പോഴും ഓവനിലും വെക്കാറുണ്ട്. ഓവനിലാണെങ്കിൽ 200 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ ഈ 2 മെത്തഡ്സും മാറി മാറി ഉപയോഗിക്കാറുണ്ട്. രണ്ടിനും നല്ല റിസൾട്ട്സ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ദമ്മ് കഴിഞ്ഞു. കുറച്ച് നേരം ചൂടാറാനും വെച്ചു. കുറച്ച് നേരം വെച്ചിട്ട് തുറക്കണതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് കണ്ടില്ലേ, മാവ് പൊളിച്ച് കഴിഞ്ഞപ്പോൾ തീരെ തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അത് ആ നെയ്യ് ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഒരു ടിപ്പ് കിട്ടിയില്ലേ. ഇനി സൈഡിൽ നിന്ന് നമുക്ക് ഇതൊന്ന് ഇണക്കി കൊടുക്കണം. ആ ചിക്കൻ്റെ പീസസ് ഒന്ന് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണിത്. എന്നിട്ട് എന്താ ചെയ്യുക, ആദ്യം ആ ചോറ് എടുത്ത് മാറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. മുകളിലത്തെ ചോറ് ആദ്യം തന്നെ ഇളക്കരുത് മസാല. പിന്നെ അടിയിൽ കുറച്ച് ചോറും മസാലയും ബാക്കി കിടക്കുന്നത് ഉണ്ടാവും. അത് നമുക്ക് പ്ലേറ്റിലിട്ടിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം വിളമ്പാൻ. ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കുമ്പോഴത്തെ മണം കേട്ടാൽ ഓടി വരാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല, അങ്ങനത്തെവരുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ ഏതായാലും എല്ലാവരും ഓടിയെത്തിയിട്ടുണ്ട്. അപ്പോൾ അടിയിൽ മസാലയും ചോറും ആയി മാറിയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞും പോയിട്ടില്ല. നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ടാൽ ഇങ്ങനെ പോരുന്ന രീതിയിലായിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ കുറച്ച് ചെറിയ പീസസ് ആണ് ബിരിയാണിക്ക് ഇഷ്ടം. ഒരുപാട് വലിയ കഷ്ണങ്ങൾ താല്പര്യമില്ല. വലിയ പീസാണെങ്കിലും കറക്റ്റ് തന്നെ വെന്ത് കിട്ടും ഇതേപോലെ തന്നെ ചെയ്താൽ. ഇനി നമുക്കിത് വിളമ്പാൻ വേണ്ടി ആദ്യം പ്ലേറ്റിൽ ആദ്യം മസാല ഇട്ട് കൊടുക്കാം, മസാലയും ചോറും കൂടി. പിന്നെ ആ പ്ലെയിൻ മുകളിലത്തെ ദമ്മിട്ട ചോറ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാം. പിന്നെ ഞാൻ പറയാൻ മറന്നിരുന്നു, നേരത്തെ നമ്മുടെ ബാക്കി ഉണ്ടായ സവാള ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ കുറച്ച് കിസ്മിസും കാഷ്യൂനട്ട്സും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നു. ഫ്രൈ ചെയ്ത സവാളയും കിസ്മിസും കാഷ്യൂനട്ട്സും കൊണ്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ബാക്കി നമുക്ക് സൈഡിൽ വെക്കാം, ആവശ്യത്തിനനുസരിച്ച് എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി തലശ്ശേരി ചിക്കൻ ബിരിയാണി മാരിനേറ്റ് ചെയ്ത ചിക്കൻ വെച്ചിട്ടുള്ള സ്റ്റൈല് റെഡി ആയിട്ടുണ്ട്. വീക്കെൻഡായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്താൽ നിങ്ങൾ എന്നോട് പറയാൻ മറക്കരുത്. നിങ്ങൾ പറയുമ്പോഴല്ലേ എനിക്ക് മനസ്സിലാവണത് ഇത് നന്നായിട്ടുണ്ടെന്ന്. പറയണവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് പിന്നെയും വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.